ADGP അജിത് കുമാറിനെതിരെ നടപടി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. അതേസമയം ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി മാറ്റി നിയമിച്ചു. വിവരങ്ങളുമായി പ്രജിത്തും രശ്മിയുമുണ്ട്. ആദ്യം പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, 36 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ DGP-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകളൊന്നുമില്ല. മാമി തിരോധാന കേസിലെ അന്വേഷണം ഉൾപ്പെടെ അജിത് കുമാർ അട്ടിമറിച്ചെന്നുള്ള ആരോപണങ്ങൾക്കുൾപ്പെടെ കൃത്യമായ തെളിവുകളില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയായി എന്നുള്ളതാണ്. എങ്ങനെയാണ് പൊതുവിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നത്? നിലവിൽ ക്രമസമാധാന ചുമതല ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും തുടർന്നു വന്ന അന്വേഷണ റിപ്പോർട്ടിലും ഒക്കെയുള്ള പരാമർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ ബറ്റാലിയനുകളുടെ ചുമതലയും ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട ചുമതലകളാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റുന്നു. പകരം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ 7 പ്രധാനപ്പെട്ട ആംഡ് ബറ്റാലിയനുകളുടെ ചുമതലയുള്ള ADGP-ആയി അദ്ദേഹം തുടരും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു നടപടിക്രമം എന്ന രീതിയിലേക്ക് പോലും നമുക്ക് വിളിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയമാണ്. പൂർണ്ണമായി അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്ന നടപടി തന്നെ, അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം CPI-യെ തൃപ്തിപ്പെടുത്താൻ CPI ഉയർത്തിയ നിലപാടുകൾ തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിലൊന്നും തെളിവുകളില്ല. പക്ഷേ ഈ തൃശൂർ പൂര കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വീഴ്ച എന്നുള്ളൊരു കണ്ടെത്തൽ DGP-യുടേതായി ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരു നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, കാരണം നമുക്കിപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിപ്പോർട്ട്, അതായത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് സെക്രട്ടേറിയറ്റിലെത്തി പ്രത്യേക ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾക്കൊടുവിൽ ADGP-യുടെ ക്രമസമാധാന ചുമതല നീക്കം ചെയ്തെങ്കിലും ഇതൊരു ശിക്ഷാ നടപടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു റിലീസ് മാത്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഓർഡർ അടക്കമുള്ളവ പുറത്തിറങ്ങിയാൽ മാത്രമേ ഈ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തിയത് കൊണ്ട് ആ സാഹചര്യത്തിൽ ഒരു ശിക്ഷാ നടപടിയായി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ശിക്ഷാ നടപടി അല്ലെങ്കിൽ റിപ്പോർട്ടിലെ കാര്യമൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് എന്ന രീതിയിലുള്ളൊരു ഉത്തരവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു അറിയിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് ഒരു റിലീസാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി, അതിനോടൊപ്പം തന്നെ ഇന്റലിജൻസ് ADP-യെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി മാറ്റി നിയമിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു നടപടിക്രമം എന്ന രീതിയിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് ഈ നിമിഷവും വ്യക്തമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം CPI ഏതാണ്ട് കുറച്ചു കാലമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശൂർ പൂലക്കരക്കലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ CPI-ക്ക് ഉണ്ടായിട്ടുള്ള ഒരു എതിരായിട്ടുള്ളൊരു വലിയ ജനവിധിയുണ്ട്, ഒരു വലിയ പരാജയമുണ്ട്. ആ പരാജയത്തിന് കാരണമായി അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുകളൊക്കെ തന്നെയാണ്. ആ രീതിയിലുള്ളൊരു അതായത് ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ് CPI എന്നുള്ള കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയാതെ പോകരുത്. കാരണം രാഷ്ട്രീയമായി ഉണ്ട് ഒരു തോൽവി. ആ തോൽവിക്ക് മറ്റു ചില കാരണങ്ങളുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് CPI-യുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യം കൂടി തന്നെയാണ് ഈ MR അജിത് കുമാറിനെതിരെ ഉണ്ടായിട്ടുള്ള CPI-യുടെ കടുത്ത നിലപാടിന് പിന്നിൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കൂടി കണ്ടുവേണം നമ്മൾ ഈ നടപടികളെ വിലയിരുത്താൻ. കാരണം PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ADGP-ക്കെതിരെ വലിയ രൂക്ഷമായ ഒരു വലിയ ആരോപണങ്ങളിലേക്ക് നയിച്ചത്. ആ ആരോപണങ്ങളിൽ ഒന്നിനു പോലും തെളിവില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം PV അൻവർ ഉയർത്തിവിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളിൽ ADGP-യുടെ ഭാഗത്തുനിന്ന് ഒരു മനഃപൂർവ്വമുള്ള ഒരു വീഴ്ച എവിടെയും ഉണ്ടായിട്ടുള്ളതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന കേസുകളാണെങ്കിലും ശരി, സ്വർണ്ണക്കടത്ത് ആരോപണമാണെങ്കിലും ശരി, പണം വാങ്ങിച്ച അന്വേഷണങ്ങൾ അട്ടിമറിക്കും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണെങ്കിലും ശരി, ഇതിലൊന്നും ഒരു പറയത്തക്ക തെളിവുകളോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച അൻവറിന് പോലും അത്തരം തെളിവുകൾ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് DGP-യുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു പ്രസക്തമായ ഭാഗം എന്നുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഈ തൃശൂർ പൂരം പോലീസ് കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP-ക്കുണ്ടായ വീഴ്ചയെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി ഈ തൃശൂർ പൂരം കലങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും അതിൽ ഇടപെടുകയോ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ള
വീഴ്ചയായി പറയുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനഃപൂർവ്വമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതായി ഇപ്പോഴും നമുക്ക് വ്യക്തമാകുന്ന ഒരു അല്ലെങ്കിൽ അത്തരമൊരു വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ADGPക്കെതിരെ ഒരു നടപടി അനിവാര്യമായിരുന്നു. കാരണം CPI സ്വീകരിച്ച പരസ്യമായ നിലപാട്, CPIയുടെ മുൻ മന്ത്രിമാർ, നിലവിലുള്ള മന്ത്രിമാർ, CPI സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന കൗൺസിൽ എന്നിവിടങ്ങളിലെല്ലാം ADGPക്കെതിരെ ഒരു നടപടി അത് CPIയുടെ ഒരു നിലപാടായി ഉയർത്തി കാണിക്കുകയും മുന്നണിയിൽ അത് CPIയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി പോലും ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് CPI കൊടുത്തിരുന്ന ഒരു അവസാന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നാളെയാണ്. അതായത് നാളെ തിങ്കളാഴ്ചക്കുള്ളിൽ ADGPക്കെതിരെ നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു CPIയുടെ ഉറച്ച നിലപാടായി മുന്നണിയിൽ പറയുന്നു. അതിന് RJDയും NCPയും പോലെയുള്ള ചെറു കക്ഷികളുടെ പിന്തുണ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ പിന്തുണ ലഭിച്ചിരിക്കുന്ന സമയത്തും പക്ഷേ മുഖ്യമന്ത്രിക്ക് കാര്യമായ ഇളക്കമൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദം CPI ഒരു വശത്ത് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ CPIയുടെ ആവശ്യപ്രകാരം ADGP MR അജിത് കുമാറിനെ നടപടി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും ഒരു കൃത്യമായ ശിക്ഷാ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഈ നിമിഷം വ്യക്തതയില്ല. പലപ്പോഴും ഇത്തരം സ്ഥലമാറ്റങ്ങളും ഇത്തരം സ്ഥാനമാറ്റങ്ങളും തസ്തിക മാറ്റങ്ങളും ഒക്കെ പോലീസിൽ പതിവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഓർഡറായി ഇത് പുറത്തിറങ്ങുമ്പോൾ അതിൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷാ നടപടിയെന്നോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങിയുള്ള പരാമർശങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നിർണായകമാകുക. ശരി. ADGP അജിത് കുമാറിനെതിരെ നടപടി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. അതേസമയം ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറ്റി നിയമിച്ചു. CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് ഫലമായിട്ടാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തുടക്കത്തിലെ വിലയിരുത്തലുകൾ. പ്രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.